വീട് പണയപ്പെടുത്താൻ പോകുന്ന കാര്യം അവര് തമ്മിൽ പറയുന്നത് കേട്ടിട്ടാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. ഞങ്ങളോടും കൂടി പറയാതെ എങ്ങനെ പണയപ്പെടുത്താൻ പറ്റും? പറയാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആരാ? എല്ലാം അവരുടെ ഇഷ്ടമല്ലേ? അതെങ്ങനെ അവരുടെ ഇഷ്ടമായിട്ട് മാറൂലേമേ? ആ വീട്ടിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷെ പങ്ക് ചോദിക്കേണ്ട ധൈര്യമൊന്നും നിനക്കില്ലല്ലോ. എന്തുകൊണ്ടില്ല? ഉറപ്പായിട്ടും പങ്ക് ചോദിക്കും. എപ്പോ ചോദിക്കും? വീട് പണയപ്പെടുത്തിയതിനു ശേഷം ചോദിക്കോ? ഏട്ടനും എടുത്ത് ഇപ്പൊ തന്നെ വീട് പണയം വെക്കാൻ പോവാണോ? കാവ്യ എത്ര ദിവസം ഈ വീട്ടിൽ നിർത്താൻ പറ്റും? ഇന്ന് തന്നെ വീട് അവര് പണയപ്പെടുത്താൻ പോവാ. ഇപ്പോഴോ കുറച്ചു നേരം കഴിഞ്ഞോ വീടിന്റെ ആധാരവും കൊണ്ട് പോവും. വാ കാർത്തിക, ഇളമേ വന്നേ. വന്നേ. സുന്ദര, ഇറങ്ങിയാലോ? നിക്കേട്ടാ. എന്താ അഖിൽ? ഇപ്പൊ എങ്ങോട്ട് പോവാ അബിയേട്ടാ? ഒരു ചെറിയ ജോലിയുണ്ട് കാർത്തിക. ആ ജോലി എന്താന്ന് ഞങ്ങളോട് പറയാലോ. കയ്യിലെന്തേട്ടാ ഈ പേപ്പേഴ്സ്? വീടിന്റെ ആധാര. അതെവിടെ കൊണ്ടുപോവാ അബിയേട്ടാ? പണയപ്പെടുത്താനാണോ അബി? പറയേട്ടാ, ഈ വീടിന്റെ ആധാരമായിട്ട് എങ്ങോട്ട് പോവാ? ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു? അത് ഇളയമ്മ പറഞ്ഞല്ലോ, പണയം വയ്ക്കാൻ പോവാ. അതെങ്ങനെ പണയപ്പെടുത്താൻ പറ്റും അബിയേട്ടാ? ആ വീട്ടിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. ഞങ്ങൾ ആ വീട് വിൽക്കാനല്ല പോകുന്നത്, പണയപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ പണയപ്പെടുത്തോന്ന് പറയും, അതിനുശേഷം രഹസ്യമായിട്ട് ആരും അറിയാതെ വിറ്റ് കളയും. ഞങ്ങളുടെ വയറ്റിൽ മണ്ണ് വാരിടാൻ പോവാ, അതല്ലേ? ഞങ്ങൾ അങ്ങനെയുള്ളവരാണോ ഇളമേ? അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ പ്രവൃത്തി ഞങ്ങൾ എന്നേ ചെയ്തേനെ ഇളമേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ എല്ലാവരും വിളിച്ച് താമസിപ്പിച്ചത്? നിങ്ങളുടെ മനസ്സിൽ എന്താ ഉദ്ദേശം എന്ന് ആർക്കറിയാം? ഞങ്ങൾ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോകുന്നെന്ന് അറിഞ്ഞവര് തന്നെ അതെന്തിനാണ് പണയം വെക്കുന്നതെന്ന് അറിഞ്ഞില്ലേ ഇളയമേ? കാവ്യയുടെ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരിക്കാം, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ആധാരം പണയം വെക്കാൻ പോവാ. കാവ്യയെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചതാ. ഇനിയും എത്ര നാളെന്ന് വെച്ചാ കാവ്യയുടെ പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നേ? അതുമല്ല, കാവ്യയുടെ പ്രശ്നവും ഞങ്ങളുമായിട്ട് എന്താ ബന്ധം? എപ്പോഴും അവളെ പറ്റിയാണല്ലോ ആലോചന, ഞങ്ങളെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അതെ അബി, എന്നെങ്കിലും എന്റെ ഭാവിയെ പറ്റിയോ എന്നെ പറ്റിയോ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ ഞങ്ങൾ നിങ്ങളെ പറ്റി ആലോചിക്കാത്തത് ഇളയമേ? എന്നെങ്കിലും ഞങ്ങൾ നിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? കഷ്ടപ്പെട്ടാ തന്നെ വാ തുറന്ന് പറയോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ അമേരിക്കയിൽ അയക്കാന്ന് പറഞ്ഞു, എല്ലാം കള്ളമായിരുന്നില്ലേ? ഈ തല്ലിപ്പൊളി വീട്ടിൽ കിടന്ന് നരകിച്ചോണ്ടിരിക്കുക. വീട് വിൽക്കുന്നതിന്റെ പങ്ക് ഞങ്ങൾക്കും തരാന്ന് പറഞ്ഞ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ ഞങ്ങളോട് പറയാതെ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോവാ? എന്ത് ധൈര്യം നിങ്ങൾക്ക്? എങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം? നീ വിശ്വസിക്കണ്ട അഖിൽ. നിങ്ങളുടെ വീടിന്റെ പങ്ക് ഒരിടത്തും പോവില്ല. വീട് വിൽക്കുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ കിട്ടും. എനിക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാവ്യ. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ നോക്കേണ്ടത് എന്റെ കടമയാണ്. എന്നാൽ ചോദിക്കാനുള്ള അധികാരമോ തടയാനുള്ള അവകാശമോ നിങ്ങൾക്കില്ല. ഇനി കാവ്യയുടെ കാര്യത്തില് ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാവ്യ നമ്മുടെ വീട്ടില് അഭയം തേടിയും സഹായം ചോദിച്ചാ വന്നിരിക്കുന്നത്. അത് രണ്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. എന്നാൽ അവളെ വേദനിപ്പിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വാ വസുന്ധര.
ഒരു കൊടുങ്കാറ്റ് വന്നു പോയതുപോലെ ഉണ്ട്. നിന്റെ ചേട്ടന് ദേഷ്യം വന്ന് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഏട്ടന് ശരിക്കും ദേഷ്യം വന്നിട്ടില്ല. ദേഷ്യം വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നേ. എടാ, നമ്മള് തെറ്റ് ചെയ്തിരിക്കുക. ഭാസ്കറും ഭാവനയും കാവ്യ വീട്ടിലുള്ളപ്പോ പ്രശ്നം പറയണമായിരുന്നു. അതെ അഖിൽ, ഭാസ്കരേട്ടനും ഭാവനേട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ അഭിയേട്ടൻ ഇത്രയും സീരിയസ് ആവില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിച്ചിരിക്കുക. അഭിയേട്ടൻ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാ അത് ദൈവത്തിന് പോലും തടുക്കാൻ കഴിയില്ല. ആ ദൈവത്തോട് തന്നെ ഏട്ടൻ ദേഷ്യപ്പെടും. എന്താ മോനെ വേണ്ടേ? അങ്കിളിന്റെ ഷോപ്പിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയാവോ? ഞാൻ ജോലി ചെയ്യാ. നീ കൊച്ചുകുട്ടിയല്ലേ, നീ എന്ത് ജോലി ചെയ്യാനാ? ജോലിയൊന്നും തരാൻ പറ്റില്ല, പറ്റോ? അങ്കിളിന്റെ ഷോപ്പിൽ ജോലി ഉണ്ടെങ്കിൽ തരാവോ? കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. നിനക്ക് ജോലി എന്നിട്ട് വേണം ഞാൻ ഇനി ജയിലിൽ ചെന്ന് കിടക്കാൻ. നീ പോവാൻ നോക്ക്. ചേട്ടാ, എന്താ? കടയിൽ ജോലി ഉണ്ടെങ്കിൽ തരാവോ? ഇവിടെ പണിയൊന്നുമില്ല, പോ നോക്ക്. അങ്കിൾ, ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാവോ അങ്കിൾ? ഇവിടെ ജോലിയൊന്നുമില്ല. അങ്കിൾ. എന്താ വേണ്ട മോനെ? ഹലോ, എൻ്റെ സ്റ്റാഫ് ഇന്ന് ജോലിക്ക് വന്നില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ തന്നെ ചായ കൊണ്ടുവന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം. അങ്കിൾ, പറ മോനെ, എന്താ? ഇവിടെ ജോലിക്കുണ്ടായിരുന്ന ആള് വന്നില്ലെന്ന് പറയുന്ന കേട്ടല്ലോ. അതെ, ഒരു കുഴിമടിയനാ. എന്നും ഇങ്ങനെ ലീവ് എടുത്തോണ്ടിരിക്കും. അവന് ശമ്പളം കൊടുക്കുന്നത് തന്നെ വേസ്റ്റാ. ആ ജോലി എനിക്ക് തരാവോ അങ്കിൾ? ഞാൻ ചെയ്തോളാം. നീ ജോലി ചെയ്യാന്നോ? അതെ അങ്കിൾ, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. എന്താ മോനെ, നിനക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ? ഉണ്ട് അങ്കിൾ, പക്ഷെ അവരോട് കാശ് ചോദിക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കരുതുന്നേ. നീ കൊച്ചുകുട്ടിയല്ലേ, എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ല, എന്തിനാ നിനക്ക് ഇത്ര കാശ്? എന്റെ അനിയത്തിമാർക്ക് പാവകൾ വാങ്ങിക്കൊടുക്കാനാ അങ്കിൾ. അവര് ബൊമ്മക്കുലി വെക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ടാ അങ്കിൾ. ചായ ഗ്ലാസ് ഒക്കെ കഴുകേണ്ടി വരും, കഴുകുവോ? കഴുകിക്കോളാം അങ്കിൾ. ഇവിടെ അടുത്തൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. രാവിലെയും വൈകുന്നേരവും അവിടെ ചായ കൊണ്ടുപോയി കൊടുക്കണം, പറ്റുമോ? കൊടുക്ക അങ്കിൾ. ഞാൻ ഇല്ലാത്ത സമയത്ത് ഈ കട നോക്കി നടത്തുകയും വേണം. നോക്കിക്കോളാം അങ്കിൾ. ഒരു ദിവസം നിനക്ക് എത്ര ശമ്പളം വേണം? അങ്കിളിന്റെ ഇഷ്ടം പോലെ. ജോലിക്ക് നിന്ന ആൾക്ക് എത്രയാണോ കൊടുത്തത് അത് തന്നെ എനിക്കും തന്നാ മതി അങ്കിൾ. ശരി, അല്പസമയം വെയിറ്റ് ചെയ്യ്. ഞാൻ ചായ റെഡിയാക്കിക്കോട്ടെ. ആ സൈറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. താങ്ക്സ് അങ്കിൾ. അങ്കിൾ ചായ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ഈ ഗ്ലാസ് ഒക്കെ കഴുകിക്കോളാം. ശരി. നമസ്കാരം സർജി. राम राम अभिराम जी, आइए बैठिए. എന്ത് കാര്യത്തിനാണ് നിങ്ങളിവിടെ വന്നത്? സർജി, അത് കുറച്ച്
പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. മാഫ് കറോ അഭിറാംജി, ബിസിനസ് വളരെ ഡല്ലാണ്. തെറ്റായിട്ട് എടുക്കരുത്. അയ്യോ, നിങ്ങൾ വെറുതെ പണം തരേണ്ട ആവശ്യമില്ല സേഠ്ജി. ഞങ്ങളുടെ വീടിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പണയം വെച്ചിട്ട് പണം തന്നാ മതി. അറേ അഭിറാംജി, നിങ്ങളുടെ മേൽ എനിക്ക് വിശ്വാസമില്ലേ? എത്ര രൂപ വേണം? ഒരു 15 ലക്ഷം. 15 ലക്ഷം വേണോ? വീടിന്റെ വാല്യൂ വളരെ കൂടുതലാ സേഠ്ജി. ഞങ്ങൾ ചോദിക്കുന്നത് കുറച്ച് പണമാണ്. സോറി അഭിറാംജി, നിങ്ങൾക്ക് കടം തരാൻ പറ്റില്ല. അതെന്താ സേഠ്ജി? വീട് ചേട്ടൻ അനിയന്മാരുടെ പേരിലാണ്. കുടുംബ സ്വത്താണ്. നിങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. 2 പേർ കൂടി വരാതെ നിങ്ങൾക്ക് കടം തന്നാൽ പിന്നെ പ്രശ്നം എനിക്കായിരിക്കും. അയ്യോ, അവര് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല സേഠ്ജി. അവർ പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവരുടെ കയ്യൊപ്പം വാങ്ങിക്കൊണ്ടു വരൂ. കയ്യൊപ്പിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല സേഠ്ജി. എനിക്ക് വേണമല്ലോ മാഡം. ആ 2 പേരിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പോലീസ് കേസാകും. കോർട്ടിൽ അലയേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സേഠ്ജി. വസുന്ധര, വരും, നമുക്കിറങ്ങാം. ആ 2 പേരുടെ കയ്യൊപ്പ് വാങ്ങിയിട്ട് വരൂ. പണം ഞാൻ തരാം. ആ പേപ്പേഴ്സ് ഇങ്ങ് തന്നേക്കു സേഠ്ജി. പോയിട്ട് വരാം. റാം റാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? വേറെ എവിടേക്കെങ്കിലും പോയി ചോദിച്ചാലോ? ആരോടൊക്കെ ചോദിച്ചാലും ഇങ്ങനെ പറയൂ വസുന്ധര. ഭാസ്കരേട്ടൻ ഉറപ്പായിട്ടും സൈൻ ചെയ്യും. പക്ഷെ അഖില് സൈൻ ചെയ്യുന്നു തോന്നുന്നില്ല. അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ അഖില് നമ്മളോട് വഴക്ക് കൂടിയില്ലേ? ഏട്ടൻ പറയുകയാണെങ്കിൽ ചിലപ്പോ അഖില് സൈൻ ചെയ്യാൻ സമ്മതിച്ചെന്ന് വരും ഏട്ടാ. പക്ഷെ കാർത്തികയും സുമംഗലി ഇളയമയും തടയും. അഖിലിനെ സൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറെന്തെങ്കിലും വഴിയുണ്ടോ? വേറെന്തെങ്കിലും വഴി നോക്കാം വസുന്ധര. പക്ഷെ സമയം കുറവാണ്. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 15 ലക്ഷം രൂപ ഉണ്ടാക്കണം. അല്ലെങ്കിൽ കാവ്യയുടെ അമ്മാവനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് വേണ്ട. ഭാസ്കരട്ടന്റെ പങ്ക് അവർക്ക് കൊടുത്ത പോലെ ആയിപ്പോകും. ഭാസ്കരട്ടന്റെ മകന് തന്റെ അച്ഛന്റെ സ്വത്തിൽ പങ്കില്ലാതായി പോകും. അതെ വസുന്ധര, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വരൂ, എന്തെങ്കിലും വഴി നോക്കാം. അഖിലേ, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ കാർത്തിക? നിൽക്കില്ല. സ്വത്തിൽ പങ്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? അതെ, ഇനിയും എന്തിനാ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നേ? ഞാൻ പോയി എന്റെ ലഗേജ് എടുത്തോണ്ട് വരാം. പോയിട്ട് ഇപ്പൊ തന്നെ വരാം. നിർത്താനാ പറഞ്ഞത്. എന്താടി നീ എങ്ങോട്ട് പോകുന്ന? എവിടെയെങ്കിലും പോവേണ്ട ആവശ്യം എനിക്കെന്താ? എനിക്കെന്റെ മോമുണ്ട്. അവരെ നാട് റോഡിലായിപ്പോ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പോകുന്നേ? അവരെ വിശ്വസിച്ച് പോകേണ്ട ഗതികേട് നമുക്കെന്താ? നമ്മൾ 3 പേരും ജോലിക്ക് പോവല്ലേ? നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. അപ്പോ സ്വത്തിന്റെ പങ്ക് വേണ്ടെന്നാ? ആ പങ്കിന് വേണ്ടിട്ടല്ലേ ഇത്ര നാൾ ഈ വീട്ടിൽ കിടന്ന് നരകിച്ചത്? ഇന്ന് എന്താ പറഞ്ഞത്? എല്ലാം അവരുടെ ഇഷ്ടമാണെന്ന്. ചോദ്യം ചെയ്താ അവരുടെ ദേഷ്യം നമുക്ക് കാണേണ്ടി വരും അത്രേ. വാർണിംഗ് തന്നിട്ട് പോയിരിക്കുക. ഇത്രയും നാളും ആ പങ്കിന് വേണ്ടി അല്ലേടാ നമ്മൾ നല്ലവരെ പോലെ അഭിനയിച്ചത്. ഇപ്പൊ അവര് തന്നെ എല്ലാം പറഞ്ഞു. അവരുടെ തനിനിറം കാണിച്ചില്ലേ? നമുക്ക് ഇറങ്ങി പോവാടാ. നമ്മൾ ഇറങ്ങിപ്പോയ സ്വത്തിന്റെ പങ്ക് കിട്ടുന്നാണോ വിചാരിക്കുന്നേ? ഇവിടെ നിന്നാലും പങ്കൊന്നും കിട്ടില്ലല്ലോ. ആര് പറഞ്ഞു കിട്ടില്ലാന്ന്? ആബേട്ടൻ എന്താടി പറഞ്ഞത്? വീട് വിൽക്കുന്ന ഉടനെ പങ്ക് തരാന്നല്ലേ പറഞ്ഞത്? നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ ആ വീട് വിൽക്കില്ല. ആ വീടിന്റെ ആധാരം പണയം വെച്ച് പൈസയായിട്ടല്ലേ ഏട്ടൻ വരാൻ പോകുന്നേ? അത് കാവ്യക്ക് വേണ്ടിട്ടല്ലേ? അതില് നമ്മളും പങ്ക് ചോദിക്കും. കടത്തിന് എന്തിനാടാ പങ്ക്? നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കടത്തിലല്ല പങ്ക്, കടം വെച്ച് വാങ്ങിക്കൊണ്ടിരുന്ന കാശിലാ പങ്ക്. അതൊരു കടമല്ലേ അഖിൽ? പിന്നെ അത് നമ്മൾ അടയ്ക്കേണ്ടി വരില്ലേ? അതിന്റെ ഒരു ആവശ്യമില്ല. വീട് വിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന കാശ് മൈനസ് ചെയ്തിട്ട് ബാക്കി പണം തന്നാ മതി എന്ന് പറയും. ആ, ഇത് കൊള്ളാലോടാ. പലിശ കെട്ടാതെ തന്നെ നമുക്ക് പണം കിട്ടും. പക്ഷേ ഇപ്പൊ നമുക്ക് കാശ് എന്തിനാന്ന് അവര് ചോദിച്ചാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. നമുക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയും. ആ, ഇപ്പൊ നീ ഇതൊക്കെ പറയും.
ആ അബിയെ നേരിട്ട് കാണുമ്പോ നിന്റെ പോയങ്ങ് അടഞ്ഞു പോവും. അതെ അഖിൽ, അഭിയേട്ടനെ നിനക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ ഈ വീട് വിട്ടു പോകുന്നതാ നല്ലത്. ശരി, എന്നാ പോവാം. പക്ഷെ ഇപ്പോഴല്ല, അതിനൊരു ടൈം വരും. ആ ടൈം വരുന്ന സമയത്ത് ഉറപ്പായിട്ട് സ്വത്തിന്റെ പങ്ക് വാങ്ങി നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും. അതെപ്പോഴാടാ വരുന്നത്? നമുക്കെപ്പോഴും ചീത്ത സമയല്ലേ? അല്ല എന്റെ ഇളയമേ, നമ്മുടെ ഗുഡ് ടൈം സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. എനിക്കിപ്പോ ഒരു പാർട്ണർ കിട്ടിയിട്ടുണ്ട്. അയാളോട്ട് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പണത്തിന്റെ പെരുമഴയായിരിക്കും. ആരാടാ പാർട്ണർ? മോനെ ഒരു ചായ. ഇപ്പൊ കൊണ്ടുവരാം. മോനെ എങ്ങ് വന്നേ. ഇതാ, ഇത് കൊണ്ടുവയ്ക്കോ. എന്താ മോനെ, ഇത്ര പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് തിരികെ വന്നോ? കൊടുത്തല്ലോ അങ്കിൾ. ഇവിടെ ജോലി ഉണ്ടാവുന്ന കരുതി ലേറ്റ് ആവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് വന്നു. പറയൂ അങ്കിൾ, ഇനി ആർക്കാ ചായ കൊടുക്കേണ്ടത്? ഇനി ആർക്കും കൊടുക്കാനില്ല. ഇത്രയും ദൂരം നടന്നു പോയിട്ട് വന്നതല്ലേ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളൂ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ കഴിച്ചിട്ടാ അങ്കിൾ വന്നത്. എന്ത് കഴിച്ചോ ആവോ, അതവിടെ വച്ചേക്കൂ. ഇതാ, ഈ ബിസ്ക്കറ്റും കഴിച്ച് ചായയും കുടിക്കേ. വേണ്ട അങ്കിൾ. സാരമില്ല, കഴിക്കും മോനെ. ഇതിനൊന്നും നീ കാശ് തരണ്ട. താങ്ക്സ് അങ്കിൾ. ശരി ശരി. പാവം, ഏത് വീട്ടിലെ പയ്യനാണോ എന്തോ. അറിയാവുന്നവരോട് എല്ലാവരോടും നമ്മൾ പണം ചോദിച്ചു കഴിഞ്ഞു ഏട്ടാ. എല്ലാവരും കൈമലർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം വസുന്ധര, വേറെ ഒരു വഴിയില്ല. പണം കടം തരാനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടോ ഏട്ടാ? ചോദിച്ചു നോക്കാമെന്നേ ഉള്ളൂ. എല്ലാവരും ഇല്ലെന്ന് പറയില്ലല്ലോ. ആരെങ്കിലും ഒരാളെങ്കിലും കാശ് തരുമായിരിക്കും. വാ. എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് പോയി ദാമുവിന് കൊടുത്ത് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ചേച്ചിയുടെ മുറിയിൽ ആനന്ദ് എന്താ അന്വേഷിക്കുന്നത്? ആനന്ദ്, എന്താ തിരയുന്നത്? അത് എന്റെ ഫോൺ ചാർജർ അമ്മേ. നിന്റെ ഫോണിന്റെ ചാർജർ എന്റെ മുറിയിൽ എങ്ങനെ ഉണ്ടാവും? അത് ലക്ഷ്മി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുമെന്ന് വിചാരിച്ചു. ശരി, നോക്ക്. ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ അമ്മേ, ബൈ. ബൈ. ചേച്ചിയുടെ മുറിയിൽ എന്താ തിരയുന്നത്? ഇതാണോ എന്ന് പറ. അതെ ചെറിയച്ച, എന്റെ ഫോൺ ചാർജർ ചെറിയച്ചൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? നീ തിരയുന്നത് ചാർജർ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ. അത് ചെറിയച്ച. എന്താ, എന്നെ വിശ്വാസമില്ലേ? എന്താ ചെറിയച്ച എങ്ങനെ? എൻ്റെ അമ്മയേക്കാൾ എനിക്ക് ചെറിയച്ചനല്ലേ വിശ്വാസം. എങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് പറ. പണം വേണം ചെറിയച്ച. പണം വേണോ? 5,000 10,000? അല്ല, 50 lakhs.
50 ലക്ഷോ? അത്രയും പണം നിനക്കെന്തിനാ? അമ്മയോട് ചോദിച്ച് എനിക്ക് മടുത്തു ചെറിയച്ച. ഓഫീസിലും ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. ചെറിയച്ചൻ അറിയാലോ. അതുകൊണ്ടാ ഞാനൊരു തീരുമാനം എടുത്തത്. എന്താ അത്? സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കാന്ന്. ഒരു മീഡിയേറ്റർ എനിക്ക് നല്ലൊരു ഐഡിയ തന്നിട്ടുണ്ട്. ഫോറിനിൽ നിന്ന് ഫ്ലവേഴ്സ് ഇമ്പോർട്ട് ചെയ്ത് ഈവൻസിന് സപ്ലൈ ചെയ്യുന്നത്. നല്ല പ്രോഫിറ്റ്സ് കിട്ടും ചെറിയച്ച. ഇൻവെസ്റ്റ്മെന്റിന് ഒരു 50 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ആരാ മീഡിയേറ്റർ? ദാമു. അതെ, ദാമോദർ.